താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഷഹബാസ്. KK പ്രശാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, കൗമാരത്തിൽ ഏറ്റവും ആഘോഷമായി കൊണ്ടു നടക്കേണ്ട പ്രായത്തിൽ പരസ്പരം തമ്മിൽ തല്ലുന്നു, അതും ആസൂത്രണമായി അത്തരം ഇടപെടലുകൾ നടത്തുന്നു. ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇതിന്റെ നടപടികൾ? വിശദാംശങ്ങൾ. അഖില, ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ സംഭവം ഉണ്ടായ ശേഷം ഒരു കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അത്രയധികം ഡോക്ടർമാരുടെ പ്രയത്നമൊക്കെ ഉണ്ടായിരുന്നു മുഹമ്മദ് ഷഹബാസിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. രാത്രി 12:30 തന്നെ ഷഹബാസിന്റെ മരണം സ്ഥിരീകരിക്കുകയാണ്. ഇന്നലെ രാത്രി 10-11 മണിയോടുകൂടി തന്നെ ഷഹബാസിന്റെ ആരോഗ്യനില വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സർജിക്കൽ വെന്റിലേറ്ററിലായിരുന്നു ഷഹബാസ് ഉണ്ടായിരുന്നത്. തലക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ചെറിയ സംഘർഷം ആദ്യം തുടക്കത്തിലുണ്ടാകുന്നു. അതൊരു വാക്കേറ്റമായിരുന്നു. ആ വാക്കേറ്റം സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ട്യൂഷൻ സെൻ്റർ നടത്തിപ്പുകാരും അധ്യാപകരും എല്ലാം ചേർന്ന് ഈ കുട്ടികളെ പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ പിരിഞ്ഞു പോയതിനു ശേഷം വീണ്ടും സംഘടിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന. ആദ്യ സംഘർഷത്തിൽ ഷഹബാസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഷഹബാസിനെ സുഹൃത്തുക്കൾ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇതിനൊരു കൃത്യമായൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിനുശേഷം വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയകൾ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നു, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പുകൾ വഴി ഏതൊക്കെ തരത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന തരത്തിൽ ചാറ്റുകൾ നടത്തുന്നു. ആ ചാറ്റിൽ തന്നെ പ്രധാനമായും പറയുന്നത് ആൾക്കൂട്ടാക്രമണ, കൂട്ടായി മർദ്ദിച്ചുകൾ കേസിന് ബലം കുറയുമെന്നും കേസ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയില്ല, മാത്രമല്ല വെറുതെ വിടുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ പറഞ്ഞ് ധാരണയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ അതിലൊരു വിദ്യാർത്ഥി, നമ്മൾ ചാറ്റ് കേട്ടതാണ്, അതിലൊരു വിദ്യാർത്ഥി പറയുന്നത് ഷഹബാസിനെ എന്തായാലും കൊല്ലും എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല അതിനുശേഷവും നടത്തിയ ചർച്ചകളുടെ വിവരങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. ആ ചർച്ചയിലടക്കം തന്നെ പറയുന്നത് കണ്ണുകൾ ഉൾപ്പെടെ അടിച്ച് കലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കണ്ണുകൾ അടിച്ച് കലക്കണം എന്ന അടക്കത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഏതായാലും ഈ സംഭവം ഉണ്ടായി, ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായി. സംഘർഷശേഷം ഷഹബാസിനെയും വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് എത്തിക്കുന്നു. അപ്പോഴും ഷഹബാസിന്റെ മുഖത്തോ ശരീരത്തോ മറ്റു തരത്തിലുള്ള മുറിവേറ്റ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനുശേഷം ഷഹബാസ് വീട്ടിൽ ഇരിക്കുന്നു. ഇതിനുശേഷം ഷഹബാസ് ഛർദ്ദിക്കുന്നു. തുടർന്നാണ് ഷഹബാസിന് മർദ്ദനമേറ്റ വിവരം മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഷഹബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ഗുരുതരമായതിനെ തുടർന്ന്, ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് അടിയന്തര ചികിത്സകൾ നൽകിയെങ്കിലും വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മളിതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാർത്ഥികൾ ആക്രമിക്കുന്ന രീതിയാണ്. നെഞ്ചക്കടക്കമുള്ള ഉപകരണങ്ങൾ, അതായത് മാർഷൽ ആർട്സിന് ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആക്രമിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതായത് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആക്രമിക്കുന്നത് കൃത്യമായ ഒരു പദ്ധതി ഇവർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ഇടയാക്കിയത് ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഈ വിദ്യാർത്ഥികൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ട്യൂഷൻ സെന്ററിലെ. അതിനിടയിൽ ആ പാട്ട് കപ്പിൾ ഡാൻസ് കളിക്കുമ്പോൾ പാട്ട് നിന്നു പോകുന്നു. ഇത് വലിയ കൂക്കുവിളിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കൂക്കുവിളിയെ തുടർന്നുണ്ടായ പ്രകോപനമാണ് സംഘർഷത്തിലേക്ക് വരുന്നത്. എളേറ്റ് സ്കൂളിലെയും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ, താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ വളരെ ചുരുക്കം വിദ്യാർത്ഥികൾ മാത്രമാണ്. പിന്നീട് ഇവർ സംഘടിതമായി സ്കൂളിലുള്ള കുട്ടികളെ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുകയും സ്കൂളുകൾ തമ്മിൽ അതായത് ഈ സ്കൂൾ ആയതുകൊണ്ടാണ് മറ്റേ സ്കൂളുകൾ തങ്ങളെ ആക്രമിച്ചത് എന്ന തരത്തിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും മറ്റു വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇവരെല്ലാം പ്രശ്നക്കാരാണെന്ന തരത്തിലുള്ള ചർച്ച കൊണ്ടുവരികയും അങ്ങനെ പ്രതികാരം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ. അതായത് ഷഹബാസിന്റെ പിതാവടക്കം ആരോപിക്കുന്നത് മുതിർന്ന ആളുകളുടെ അടക്കം തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ്. പോലീസ് എന്തായാലും വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ടടക്കം ഈ ചാറ്റുകൾ കേന്ദ്രീകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട 5 വിദ്യാർത്ഥികളെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇനി അടുത്ത നടപടികളിലേക്ക് അടക്കും. കുട്ടികൾ തന്നെ പറഞ്ഞ് ജുവനൈൽ ആക്ട് പ്രകാരമാണ് നടപടി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഗുരുതരമായ കേസുകളോ മറ്റു കാര്യങ്ങളോ തങ്ങൾക്കെതിരെ വരില്ല എന്ന് കുട്ടികൾ ഈ ചാറ്റിലടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഗുരുതരമായ കുറ്റങ്ങളാണെങ്കിലും ജുവനൈൽ ആക്ട് പ്രകാരമാണെങ്കിലും ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ഘട്ടത്തിൽ ഇനി ഒരു 11 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ ഈ മർദ്ദനമുണ്ടായി, ഈ കേസുകളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് സംഘർഷം ഉണ്ടാകുന്ന കുട്ടികൾ തമ്മിൽ. അതിലൊരു ഇടിക്കുന്ന പയ്യൻ മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മുഖത്ത് കൃത്യമായി പഞ്ച് ചെയ്തിടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അതായത് വിദ്യാർത്ഥികൾ കൃത്യമായി മാർഷൽ ആർട്സ് അത്തരം ആയോധന
ആയോധനകലകൾ പഠിക്കുന്നു. പക്ഷെ അത് നല്ല രീതിയിലല്ല അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ സഹപാഠികളെ ആക്രമിക്കുന്നതിനും അവരെ മർദ്ദിക്കുന്നതിനൊക്കെയായി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ. മറ്റൊന്ന്, സാധാരണഗതിയിൽ മയക്കുമരുന്നിനും മദ്യത്തിൻ്റെയും അടിമകളായിട്ടായിരിക്കും ഇത്തരം സ്ഥലങ്ങളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട അത്തരം സാഹചര്യങ്ങളൊന്നും തന്നെ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് മറ്റു വശങ്ങളിലേക്ക് കൂടി അന്വേഷണം ഉണ്ടാകും. ഏതായാലും വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ ഈ കൂട്ടായി തങ്ങളെ നാണം കെടുത്തിയുള്ള ഒരു വൈരാഗ്യവും ആ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു അക്രമമായി തന്നെയാണ് ഇതുവരെ ഇത് നിലനിൽക്കുന്നത്. അഖില, പ്രശാന്ത്, ഈ കുട്ടികൾ തമ്മിലുള്ള ചെറിയ സംഘർഷം അത് മുതിർന്നവർ ഏറ്റെടുത്തു എന്നുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ പോലീസ് ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഖില, ഇത്തരത്തിൽ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, ആസൂത്രിതമായി നീക്കങ്ങൾ നടത്തണമെങ്കിൽ മുതിർന്ന ആളുകളുടെ പങ്കാളിത്തമല്ല അവർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഷഹബാസിൻ്റെ പിതാവ് ഇത്തരം ആരോപണം നേരത്തെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പോലീസും അതിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുന്നത്. കാരണം കൃത്യമായി സംഘടിച്ചെത്തുന്നു. മാത്രമല്ല, ഇതിങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പങ്ങളുണ്ടാവില്ല, നിയമപരമായി അധികം നിലനിൽക്കില്ല, അല്ലെങ്കിൽ കടുത്ത ശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അത് ഏതെങ്കിലും കുട്ടികൾ തമ്മിലുള്ള ചർച്ചയിൽ ഉയർന്നതല്ല. മാത്രമല്ല, ഇത് മുതിർന്ന ആളുകളുമായി സംസാരിച്ച് അവർ നൽകിയ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് എന്ന തരത്തിൽ തന്നെയാണ് പോലീസിൻ്റെ നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, വിശദമായ വിവരങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി പുറത്തേക്ക് വരേണ്ടതാണ്. ഏതായാലും കൃത്യമായ ഒരു ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം അന്വേഷണങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി തുടർന്നുണ്ടാകും. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ തരത്തിലാണ് ഇതിൻ്റെ കേസ് മുന്നോട്ട് പോവുക, ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുക, ഇതൊക്കെ തന്നെ ഏതാനും വിദ്യാർത്ഥികൾ കൂട്ടം കൂടിയിരുന്നത് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. അവരതുമായി ബന്ധപ്പെട്ട ആരെയൊക്കെ സമീപിച്ച് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, സ്കൂളുകൾ തമ്മിലുള്ള പ്രശ്നത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമിക്കപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ളത് ചില നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്കാണ്, അത്തരം അന്വേഷണത്തിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകേണ്ടത്. ഏതായാലും കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും തരത്തിൽ ബാക്കി ഇടപെടലുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ മദ്യമോ മയക്കുമരുന്നോ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ അത് സംബന്ധിച്ച് വിവരങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മാർഷൽ ആർട്സിനും മറ്റും ഉപയോഗിക്കുന്ന സംവിധാനങ്ങളായി വരുമ്പോൾ കൃത്യമായ ആസൂത്രണം, ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനപ്പുറത്തേക്ക് ആക്രമിക്കാനും അതിനുശേഷം പ്രതിരോധിക്കേണ്ടി വന്നാൽ ആ പ്രതിരോധം തീർക്കാനും ആവശ്യമായ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് ഇവർ വീണ്ടും സംഘടിച്ച് താമരശ്ശേരി ജംഗ്ഷനിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഈ സംഘർഷം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നത്. മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ഷഹബാസിനെ സുഹൃത്തുക്കളാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അത് തുടർന്ന് സംഘർഷം ഉണ്ടാകുന്നത് ഇവർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് ദാരുണമായ സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. വിദ്യാർത്ഥികൾക്കിടയിൽ എങ്ങനെയാണ് ഇത്തരത്തിലധികം അക്രമവാസങ്ങൾ ഉണ്ടാകുന്നത്? നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പുതിയ സിനിമാ സംവിധാനങ്ങളെല്ലാം തന്നെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ആകർഷിക്കപ്പെടുന്നു. ഇതാണ് ജീവിതത്തിലേക്ക് നടപ്പിലാക്കേണ്ടത്. ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പങ്ങളുടെ തങ്ങൾ ഹീറോകളായി മാറുമെന്ന് വിദ്യാർത്ഥികളടക്കം ചിന്തിക്കുന്ന തരത്തിലേക്ക് സാമൂഹിക അന്തരീക്ഷവും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ മാറുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടി സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടാക്കില്ല.